ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളും അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നല്ല പോലെ അരിച്ചെടുക്കാം. ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനായിട്ട് നമുക്ക് 3 വട്ടം ഇതിനൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് 2 വലിയ മുട്ടയുടെ വെള്ള ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യൊന്നും വേണ്ട, നമുക്ക് ഹൈ സ്പീഡിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല ഫോമായിട്ട് തന്നെ നമുക്ക് കിട്ടും. എങ്ങനെ പിടിച്ചാലും കമത്തി പിടിച്ചാലും അത് താഴോട്ട് വീഴുകയില്ല. ഇതാണ് ശരിയായ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യേണ്ട, സ്പീഡ് കുറച്ചിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 ഡ്രോപ്സ് മാംഗോ മിൽക്ക് മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് മാംഗോന്റെ ഫ്ലേവറും കിട്ടും, ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറും കിട്ടും. അടുത്തതായി നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് ഫുള്ളായിട്ടും വേണ്ട, ആ 1/4 കപ്പിന്റെ 1/4 ഭാഗം മാത്രം ഒഴിച്ചാൽ മതി. ഇത് നമുക്ക് ബീറ്റർ വേണമെന്നില്ല, ഒരു സ്പാച്ചുല വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള പൊടികളും 1/4 കപ്പ് പാലും ഇടവിട്ട് ചേർത്ത് കൊടുത്ത് സ്പാച്ചുല വെച്ചിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഫോൾഡ് ചെയ്തെടുക്കാം.
ലാസ്റ്റ് ഒരു 3 ഡ്രോപ്പും കൂടി മാംഗോ മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 6 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്ത ശേഷം ബേക്ക് ചെയ്യാൻ വെക്കാം. പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത നോൺ സ്റ്റിക് പോട്ടിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിം മതി. കേക്ക് ബേക്ക് ചെയ്യാൻ നമുക്ക് എടുത്തത് 25 മിനിറ്റ് ആണ്. കേക്ക് നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം മാത്രം ഐസിങ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. നല്ല പഴുത്ത മാങ്ങ 2 എണ്ണം തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാം. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ക്രീമിൽ ഒരു 4 ഡ്രോപ്സ് മാംഗോ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കേക്ക് തണുത്തതിന് ശേഷം ഇതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഒരു ടേൺ ടേബിളിന്റെ മുകളിൽ ഒരു കേക്ക് ബേസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുക്കാം. ഒരു കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ്. സെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചുറ്റിനും ഒരു ബൗണ്ടറി പോലെ ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം നമ്മുടെ മാംഗോ മിക്സ്, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ മിക്സ് വെച്ച് കൊടുക്കാൻ. അതല്ലെങ്കിൽ അത് താഴത്തേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ക്രീം വെച്ച് കൊടുക്കാം, മാംഗോ മിക്സ് വെക്കാം, ചോക്ലേറ്റും ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് പീസ് കേക്കും വെച്ച് കൊടുത്ത് നമുക്ക് വെറ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി നല്ല പോലെ ക്രീമൊക്കെ കൊടുത്ത് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തിട്ട് നല്ല പോലെ ഫിനിഷ് ആക്കി എടുക്കണം. ഇനി 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗനാഷ് റെഡിയാക്കിയിരിക്കുന്നത് 1:1 റേഷ്യോയിലാണ്. 1/2 കപ്പ് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒരു 5 ഡ്രോപ്പ് മാംഗോ മിക്സും കൂടി ചേർത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് മാംഗോ കോമ്പൗണ്ട് വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഗനാഷ് റെഡിയാക്കാവുന്നതാണ്. ഇനി തിക്നെസ് ഒന്നും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1:2 റേഷ്യോയിൽ എടുക്കാം. കേക്ക് ഫുള്ളായിട്ട് നമുക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഒരു ഓവർനൈറ്റ് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. 1/2 കിലോ കേക്കിന്റെ മെഷർമെന്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ ചോക്ലേറ്റ്സും ഗനാഷൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കേക്ക് 3/4 കിലോ ഉണ്ടാവുന്നതാണ്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബോർഡർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു കാർഡ് വെച്ചിട്ട് ഇതുപോലെ ഗനാഷ് ആവാത്ത ഭാഗത്തൊക്കെ ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.